എടാ വീഡിയോ ഓൺ ചെയ്യാണ്ടല്ലേ ഇനിയും ഉണ്ടല്ലോ വീഡിയോ ഓൺ ചെയ്യാനായിട്ട് അവിടെ ടോട്ടൽ സ്റ്റുഡൻസ് മുകളെ അപ്പോൾ നമ്മുടെ സൊല്യൂഷൻസിന്റെ മോർ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോവേണ്ട ഓക്കെ 2 പ്രാവശ്യം നമ്മൾ ഓൾറെഡി മോർ ക്വസ്റ്റ്യൻസ് ആപ്ലിക്കേഷൻ ഒക്കെ ചെയ്തതാണ് വീണ്ടും നമ്മൾ ഇന്ന് ബാക്കിലേക്ക് പോകേണ്ട റിമൈനിങ് പോർഷൻസ് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് പോവാം യെസ് അപ്പോൾ ദാ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എടാ സാർ കാര്യം ചോദിക്കട്ടെ കൊടുക്കില്ല സാർ കൊടുക്കില്ല മക്കളെ എത്ര പേര് ചാപ്റ്റർ റിവൈസ് ചെയ്ത് തരാമെന്ന് ഹാൻഡ് റൈസ് ചെയ്ത് സൊല്യൂഷൻസ് എത്ര പേര് റിവൈസ് ചെയ്തിട്ടാണ് ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നത് ഹാൻഡ് റൈസ് ചെയ്യണം കൈ വെക്കാനല്ല അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും എത്ര പേരുണ്ട് സാർ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രത്യേകിച്ച് പറഞ്ഞതാണ് റിവിഷൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ചാപ്റ്റർ 2 ടൈംസോ അല്ലെങ്കിൽ 3 ടൈംസോ വായിച്ച് നോക്കി അറ്റ്ലീസ്റ്റ് അതിനെക്കുറിച്ചുള്ള കോൺസെപ്റ്റിനെ കുറിച്ചുള്ള ചെറിയ ഐഡിയകൾ ഇല്ലാതെ റിവിഷൻ ക്ലാസ്സിലേക്ക് വരരുത് കാരണം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറെ ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ കോൺസെപ്റ്റ് അറിയാതെ ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും അതുകൊണ്ടാണ് പറയുന്നത് ഇതോളം അതൊന്ന് നോക്കി വരാൻ പറയുന്നത് കേട്ടോ ഓക്കെ ഫൈൻ സാർ നമുക്ക് ലാസ്റ്റ് ഒന്ന് കൊടുത്തു സ്ലൈഡ് ലാസ്റ്റ് ഓക്കെ മക്കളെ ശ്രദ്ധിക്കാം കേട്ടോ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെച്ചോളൂ പ്രോബ്ലം ആണ് നോക്കാം വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ വാട്ടർ അറ്റ് 298 കെൽവിൻ ഈസ് 23.8 mmHg പ്രഷറിന്റെ യൂണിറ്റ് ആണ് mmHg എന്ന് പറയുന്നത് 50 gram of urea NH2CO NH2 urea is dissolved in 850 gram of water calculate the vapor pressure of water for the solution and its relative lowering ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക 2 ടൈംസ് വായിച്ചു നോക്കാം വേഗാവട്ടെ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ വാട്ടർ അറ്റ് 298 കെൽവിൻ ഈസ് 23.8 mmHg 50 gram of urea NH2CO NH2 is dissolved in 850 gram of water calculate the vapor pressure of water for the solution and its relative lowering ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയോ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞോ എഴുതണല്ലോ അല്ലേ വേഗമാവട്ടെ പ്രോബ്ലം ആണേ ആന്റണി ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളാ സ്ക്രീൻഷോട്ട് വേണ്ട കേട്ടോ ക്വസ്റ്റ്യൻ ബുക്കിൽ വേണം ഓക്കെ ആരും സ്ക്രീൻഷോട്ട് എടുത്തേക്കണ്ട ബുക്കിൽ വേണേ യെസ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ നമുക്ക് ഒരുപാട് എന്താ പറയാ നമുക്ക് ആവശ്യമുള്ള സംഗതികൾ തന്നിട്ടുണ്ട് അല്ലെ ഫസ്റ്റ് ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ടോ അത് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഓക്കെ സോ അതിന് നമുക്ക് വേണ്ട ഇക്വേഷൻസ് ഒക്കെ അറിയണം സോ ഇവിടെ നമുക്ക് വേപ്പർ പ്രഷർ ഉണ്ട് പ്യുവർ വാട്ടറിന്റെ 290 കെൽവില് ഏകദേശം 23.8 mmHg ആണ്
യൂറിയ നമുക്ക് ഇതുണ്ട് 50 gram ഓഫ് യൂറിയ ഈസ് ഡിസോൾവ് ഇൻ 850 gram ഓഫ് വാട്ടർ. നമ്മൾ എടുത്തിരിക്കുന്ന 50 gram യൂറിയാണ്, അത് എത്രയിലേക്ക് നമ്മൾ ഡിസോൾവ് ചെയ്യുന്നത് 850 gram ഓഫ് വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്യുകയാണ്. നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അതിന്റെ കാൽക്കുലേറ്റ് ദ വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ ഫോർ ദി സൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് റിലേറ്റീവ് ലോവറിംഗ് അല്ലേ. ഇത്രയുമാണ് റിലേറ്റീവ് ലോവറിംഗ് വേപ്പർ പ്രഷർ അല്ലേ. ഇത്രയും കാര്യം നമ്മൾ ഫൈൻഡ് ചെയ്യാനുണ്ട്. എവിടെ നിന്നാണ്? നമ്മുടെ പ്രോബ്ലത്തിൽ നിന്ന്. അപ്പോ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന എന്താ പറയാ നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് പുറത്തേക്ക് എടുത്തിടണം നമ്മൾ. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പ്രോബ്ലം വായിച്ചു നോക്കിയിട്ട് എത്ര ഫൈൻഡ് ചെയ്തുതരാം. പ്രോബ്ലം ഞാൻ ചെയ്തു തരാം. അതിന് മുമ്പ് നിങ്ങൾ അതിനകത്തുള്ള എന്താ പറയാ മെറ്റീരിയൽസ് എടുത്ത് പുറത്തേക്ക് ഇടും തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ. വേഗമാവട്ടെ. എല്ലാം ഈ സ്പൂൺ പരി തരാൻ പറ്റില്ലല്ലോ. കുറച്ചൊക്കെ നിങ്ങൾ ചെയ്യടാ. സോറി, മ്യൂട്ട് ചെയ്യാം. മക്കളെ വേഗം ചെയ്യടാ. പ്രോബ്ലം ചെയ്യണമെന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കും. കാരണം ഞാൻ ഈ പ്രോബ്ലത്തിന് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എല്ലാ പ്രോബ്ലത്തിനും ഞാൻ ആൻസർ പറയേണ്ടത് നിങ്ങൾ അതിന് വേണ്ടി എന്താ പറയാ ടൈം വേസ്റ്റ് നിൽക്കേണ്ടി വരും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. കണ്ടിട്ട് നോക്കണം. നമുക്ക് അവിടെ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ. യെസ്, ഇവിടെ നമുക്ക് എന്താ കണ്ടിട്ടാ വേപ്പർ പ്രഷർ ഓഫ് ദ വാട്ടർ കണ്ടില്ലേ നമുക്ക് തന്നിട്ടുണ്ടല്ലേ. വാട്ടറിന്റെ വേപ്പർ പ്രഷർ തന്നിട്ടുണ്ടല്ലേ. അപ്പൊ നമുക്ക് അത് തന്നിരിക്കുന്ന കാര്യം നമ്മളിവിടെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അങ്ങനെ ഓരോന്നും ഇൻഡിവിജ്വലി ഓരോന്നും കണ്ടുപിടിച്ച് തന്നിരിക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തോ കേട്ടോ. ഫൈൻഡ് ചെയ്തൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. സുഖമുണ്ടത് അതിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് എടുത്ത് ഇതിനെ കൺട്രോൾ ചെയ്യാൻ. FI അടിക്കും. യെസ് മക്കളെ, നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോവാണ്. നമുക്ക് വേണ്ടത് എന്താ പറയാ തന്നിരിക്കുന്ന കാര്യങ്ങൾ കേട്ടോ. അതായത് വേപ്പർ പ്രഷർ ഓഫ് ദ വാട്ടർ അല്ലെ. വേപ്പർ പ്രഷർ ഓഫ് ദ വാട്ടർ ഉണ്ടോ നമുക്ക് എഴുതിച്ചോളൂ കേട്ടോ. സാർ പൊക്കി കേട്ടോ. വേപ്പർ പ്രഷർ ഓഫ് ദ വാട്ടർ H2O എത്രയാണ് മോനെ ആരംഭിക്കുന്നത്? യെസ് എടാ ആരോണെ എത്രയാണ് വേപ്പർ പ്രഷർ ഓഫ് ദ വാട്ടർ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? ആരോൺ പ്രോബ്ലത്തില് വാട്ടറിന്റെ വേപ്പർ പ്രഷർ തന്നിരിക്കുന്നത് നമുക്ക് യെസ് 23.8 അല്ലെ mmHg അല്ലെ മെർക്കുറി. ഓക്കെ യെസ് ഫൈൻ. ഇതിനടുത്ത് നമുക്ക് എന്താ നമുക്ക് ഓടാം വെയിറ്റ് ഓഫ് ദ വാട്ടർ അല്ലെ. വാട്ടറിന്റെ വെയിറ്റ് കണ്ടില്ലേ അവിടെ നമുക്ക് പറഞ്ഞ എത്രയാണ് നമുക്കത്? യെസ് W1 is equal to 850 gram അല്ലെ. അതാണ് നമുക്ക് നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എന്താ വെയിറ്റ് ഓഫ് ദ യൂറിയ ഉണ്ടല്ലോ നമുക്ക് അവിടെ. ഓക്കെ അപ്പോ ഞാൻ ചോദിക്കട്ടെ ഇവിടെ സോൾവെന്റ് ഏതാണ് മോനെ? വാട്ടർ. അപ്പൊ സൊല്യൂട്ടോ
യൂറിയ. അപ്പൊ W2 അല്ലെ, ഒരു WB നോക്കാം നമുക്ക് കേട്ടോ. ഇത് ഈക്വൽ എത്ര നമുക്ക് 50 ഗ്രാം തന്നിരിക്കുന്നത് അല്ലേ, 50 ഗ്രാം. ഇനി നമുക്ക് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മോളിക്കുലർ മാസ്, വാട്ടറിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിച്ചാൽ നമുക്ക് ക്യാപിറ്റൽ M1 എത്ര വരും നമുക്ക്, H2O അല്ലെ, H2O ഇത് ഈക്വൽ എത്ര വരും നമുക്ക് 18 ആയിട്ട് നമുക്ക്. യെസ് ഓക്കെ. അടുത്ത നമുക്ക് വേണ്ടത് നമുക്ക് മോളിക്കുലർ മാസ് ഓഫ് യൂറിയ ഒക്കെ, അത് M2 അല്ലെ. അതായത് യൂറിയ എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത് NH2 CO NH2. ചെയ്തോ, കിട്ടിയോ, വാല്യൂ കിട്ടിയോ മക്കളെ? ആ വാല്യൂസ്, അതായത് യൂറിയയുടെ മോളിക്കുലർ മാസ് ഒന്ന് ചാറ്റ് ബോക്സിലിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ടാവില്ല എനിക്കറിയാം. യൂറിയയുടെ മോളിക്കുലർ മാസ് ചാറ്റ് ബോക്സിൽ ഇട്ടാ ചെയ്യുന്നുള്ളു, കുത്തിരുന്ന് കൂട്ടുന്നു. എവിടെ എത്ര വന്നടാ? 60 അല്ലെ. യെസ് 60 ഗ്രാം. യെസ് ആൻസർ 60 വന്നു കേട്ടോ. 60 ഗ്രാം. ഇവിടെ നമുക്ക് 80 ഗ്രാം വന്നല്ലേ. സോ ഇവിടെ നമുക്ക് ഇത്രയുമാണ് നമ്മളുടെ ഗീവൺ വാല്യൂസ് എന്ന് പറയുന്നത് ഫ്രം ദ ക്വസ്റ്റ്യൻ അല്ലേ, ആണോ? യെസ്, നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. സോ നമ്മുടെ റൗൾസ് ലോ അനുസരിച്ച് കൊണ്ട് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇക്വേഷനിലേക്ക് പോകണം നമ്മൾ കേട്ടോ. ഇക്വേഷൻ അറിയോ? എനി ഐഡിയ? ടാറ്റ സാറിന് ഇക്വേഷൻ അറിയാമെങ്കിൽ യെസ് സാർ പൊക്കിയോ, ടാറ്റ നടപ്പൊക്കെ. ശ്രദ്ധ ഇക്വേഷൻ പറയാൻ മോനെ, ശ്രദ്ധ. P1 is equal to P1 is equal to ഒരു മിനിറ്റ്, P1 is equal to Chi1 ആണോ? അപ്പൊ നമുക്ക് Chi1 കണ്ടുപിടിക്കാം. പറഞ്ഞോ. ഞാൻ റൗൾസ് ലോയുടെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലേക്ക് പോകണ്ടേ? ഇത് ഓക്കെ. അപ്പൊ നമുക്ക് Chi1 കണ്ടുപിടിക്കണ്ടേ? അപ്പൊ Chi1 ഇക്വേഷൻ എന്തായിരിക്കുള്ളൂ? Chi1 കണ്ടുപിടിക്കണ്ടേ നമുക്ക്? മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ് കണ്ടുപിടിക്കണ്ടേ? മോൾ ഫ്രാക്ഷൻ സോൾവെന്റ് കണ്ടുപിടിക്കണം, മോൾ ഫ്രാക്ഷൻ സൊല്യൂട്ട് കണ്ടുപിടിക്കാം നമുക്ക് വേണ്ടേ? സോ അപ്പൊ നമുക്ക് ഇക്വേഷൻ ഒന്ന് മാറ്റിയിട്ട് എന്താ നമ്മൾ പഠിച്ച സെയിം ഇക്വേഷൻ തന്നെ എന്തുണ്ട്, ഒരു വേറെ എക്സ്പാൻഡ് ഫോർമാറ്റ് ഉണ്ട്, അത് വരെ ഉണ്ടോ. ഇത് വെച്ച് ചെയ്യാട്ടോ, ഇത് വെച്ച് ചെയ്യാൻ നമുക്ക് കുഴപ്പമൊന്നുമില്ല. യെസ് നോക്കുക, P1 നോട്ട് മൈനസ് P1 ഡിവൈഡഡ് ബൈ P01. ഇക്വേഷൻ ഓർമ്മയുണ്ട് എവിടെയെങ്കിലും പഠിച്ചത്? ഇല്ല. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മൾ എന്താ N2 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2. ഓക്കെ, അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് പ്ലസ് നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ട് അല്ലേ. അതായത് സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ സൊല്യൂഷന്റെ നമ്പർ ഓഫ് മോൾസ് ഇട്ടോ അല്ലേ. സോ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഈ സംഭവത്തെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ P0 മൈനസ് P1 ഡിവൈഡഡ് ബൈ P01 ഈക്വൽ ടു, മക്കളെ ഈ N2 എന്ന് പറയുന്നത് എന്താ, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. ഇക്വേഷൻ അറിയാലോ നമുക്ക്, എന്താ ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് അല്ലേ. ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ഗിവൺ മാസ്, അതായത് W1 ഡിവൈഡഡ് ബൈ M1 അല്ലേ. N2 അല്ലേ പറയുന്നത്, അപ്പൊ W1 അല്ല, W2 ഡിവൈഡ് ബൈ M2 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2. ഇങ്ങനെ നമുക്ക് എഴുതി കൂടെ. യെസ്, ശ്രദ്ധിക്കട്ടോ. ഇടത് എങ്ങനെ എഴുതിയെന്ന് മനസ്സിലായ? ഈ W2 എന്ന് എഴുതിയത് അത് മനസ്സിലാക്കി വെച്ചോളണം കേട്ടോ. അതായത് മക്കളെ വേറൊന്നുമല്ലടാ, ഈ N2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് അല്ലേ. നമ്പർ ഓഫ് മോൾസ് ഉണ്ടെങ്കിൽ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞൂടെ, എന്താ ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് അല്ലേ. അതിൽ ഇക്വേഷൻ അത് ക്യാച്ച് ചെയ്തോ? ആണേ സാറിന്റെ ആറ്റന്നെ. യെസ്, അപ്പൊ നമുക്ക് N2 സാറിന് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നുണ്ടോ. N2 എന്ന് പറയുന്നത് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഓക്കെ, ഓൾ ഡിവൈഡഡ് ബൈ N1. N1 എന്ന് പറയുമ്പോൾ W1 divided by M1 plus W2 divided by M2. ഇങ്ങനെ എഴുതിക്കൂടെ നമുക്ക്? അങ്ങനെ എഴുതാം. ഓക്കെ, എഴുതിക്കോളൂ. യെസ്, ഇനി നമുക്ക് നേരെ പോവാം, നമ്മള് പ്രവർത്തനത്തിലേക്ക് പോകണ്ട. യെസ്, നമുക്കറിയാം P0 തന്നിട്ടുണ്ടല്ലോ നമുക്കവിടെ. എത്ര നമുക്ക് 23.8 ഉണ്ട് നമുക്കവിടെ.
മൈനസ് P1 നമുക്കറിയില്ല, അതുപോലെ ഇരിക്കുള്ളൂ ഡിവൈഡ് ബൈ P0 നമ്മൾ തന്നിട്ടുണ്ട് 23.8 അല്ലേ, ഈക്വൽ ടു എന്താ മക്കളെ N2 നമുക്ക് കണ്ടുപിടിച്ചിടണം. N2 എന്ന് പറഞ്ഞാൽ W2 ഡിവൈഡ് ബൈ M2 തന്നിട്ടില്ല നമുക്ക് അവിടെ, W2 ഡിവൈഡ് ബൈ M2 എങ്ങനെ നമുക്ക് W2 എന്ന് പറയുന്നത് ഇതിന്റെ വാല്യൂസ് ഉണ്ട് കേട്ടോ, ഈ വാല്യൂസിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്, ഇത് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. W2 എത്ര നമുക്ക് കിട്ടാം 50 ഡിവൈഡഡ് ബൈ അടുത്ത നമുക്ക് M2 എത്ര നമുക്ക് വന്നിരിക്കുന്നത് 60 അല്ലെ, 60 ഡിവൈഡഡ് ബൈ W1 850 ഡിവൈഡഡ് ബൈ M1 എത്രയാണ് നമുക്ക് 18 പ്ലസ് W2 എത്ര നമുക്ക് വരും 50 ഡിവൈഡ് ബൈ M2 60. വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കാം. ആൻസർ കാണുന്ന ഞാൻ വിചാരിക്കുന്നു. ഞാൻ മായ്ക്കാണ്, ഇവിടെ എഴുതേണ്ട ബാക്കി കേട്ടോ. യെസ് മക്കളെ, സാർ ഓക്കെ സാർ. ആദർശേ പറഞ്ഞ മോനെ, ഇത് ബാക്കി കണ്ടിന്യൂഷൻ നമുക്ക് എത്ര ഇട്ടോളാം, ഈക്വൽ ടു 23.8 മൈനസ് P1 ഡിവൈഡഡ് ബൈ 23.8 ഈക്വൽ ടു എത്ര കിട്ടിയ ആൻസർ 50 ഡിവൈഡ് ബൈ 60 all divided by 850 divided by 18 plus 50 divided by 60. എത്ര വന്ന ആൻസർ ആള് പോയല്ലേ. അബ്ദുള്ള കിട്ടിയ ആൻസർ കിട്ടിയോടാ, ചെയ്തോണ്ടിരിക്കും എടാ, ചെയ്ത് കഴിഞ്ഞിട്ട് ഹാൻഡ് റൈസ് ചെയ്ത് മക്കളെ ചെയ്യണം. മാനുവലായിട്ട് മാത്രം ചെയ്യാൻ പാടുള്ളൂ കേട്ടോ, ഡിവൈസ് യൂസ് ചെയ്യരുത്, മാനുവലായിട്ട് മാത്രം ചെയ്യാം. ചെയ്ത് കഴിഞ്ഞ ഹാൻഡ് റൈസ് ചെയ്യും. വേഗം അശ്വര കഴിഞ്ഞാണോടാ, മ്യൂട്ടാണോ? അബ്ദുള്ള ചെയ്യടാ, വെറുതെ ഇരിക്കില്ലടാ. ആരോണി കഴിഞ്ഞോ? എത്ര ആൻസർ ഈക്വൽ ടു എത്ര വന്നടാ? റൗണ്ട്സിൽ വെച്ച് എങ്ങനെ ആയാലും ശരി നമുക്ക് ആൻസർ കിട്ടിയോ? എത്ര കിട്ടി? 22 ആയില്ലല്ലോടാ. നോക്ക് P1 ഈക്വൽ എത്ര വന്നു എനിക്ക്? യെസ് സാർ വേറെ കണ്ടിട്ടുണ്ട്. നേഹ എത്ര വന്ന ആൻസർ? 23.4. യെസ് 23 പോയിന്റ് സംതിങ് ആണ് ആൻസർ കേട്ടോ. യെസ് അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി സാറ് പറഞ്ഞുതരാം. നോക്കുക 0.83 ഡിവൈഡഡ് ബൈ അതിന്റെ കണ്ടിന്യൂഷൻ സാറോട് എഴുതാം കേട്ടോ. 0.83 ഡിവൈഡ് ബൈ 47.22 പ്ലസ് 0.83 വരും നമുക്ക് കേട്ടോ. സോ അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി 23.8 മൈനസ് P1 ഡിവൈഡഡ് ബൈ 23.8 ഈക്വൽ ടു 0.173 വരും നമുക്ക്. സോ പതുക്കെ നമ്മൾ ഇതിന്റെ P എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ P1 കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് P1 ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 23.4 mmHg കേട്ടോ. നമുക്ക് ആൻസർ വരാം. എവിടെയോ എന്തോ പോയിന്റ് ഇട്ടല്ലോ, എന്ത് വാല്യൂ കൊടുത്തല്ലോ മാറിപ്പോയിട്ടുണ്ടാവും കേട്ടോ. ആരോണെ എത്ര പേർക്ക് ഈ ആൻസർ വന്നു? 23.4 മക്കളെ. ചിലപ്പോൾ അത് 23.4 എന്നുള്ളത് 23.4 ആകാം, 3 ആകാം, 2 ആകാം, 1 ആകാം, ഇത് 5 ആകാം, 6 ആവാം, 7 ആകാം കേട്ടോ, കുഴപ്പമില്ല. എന്തൊരു സുഖമാണല്ലേ ഞാനിത് ഇവിടെ എന്താ പറയാ ബോർഡിൽ എഴുതി കഴിയുമ്പോൾ അതിർത്ത് പകർത്തി തരാനായിട്ട്.
നല്ല സുഖമുള്ള പരിപാടിയാണ് അത്. യെസ്, എന്താണ് അശ്വതി? Good morning, sir. പിന്നെ ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ ആണ്. കുഴപ്പമില്ല. ഗുഡ് ആഫ്റ്റർനൂൺ അല്ല, ഗുഡ് ഈവനിങ് ആണ്. ഞാൻ തെറ്റിച്ച്. അല്ല, ലിറ്ററലി ഗുഡ് മോർണിംഗ് കറക്റ്റ് തന്നെയാണ്, കുഴപ്പമില്ല. ലിറ്ററലി ഇട്ടാ. എന്താവശ്യത്തിന് ഈ പ്രശ്നം? യൂണിറ്റ് MMHG ആണ് ബാരോമീറ്റർ. വേണ്ട, ഇത് മതി ട്ടാ. യെസ്, കിട്ടിയോ? എത്ര പേർക്ക് ആൻസർ വന്നടാ? വന്നെടുക്കുന്ന ഹാൻഡ് റൈസ് ചെയ്ത്. ആൻസർ വന്നെടുക്കുന്ന ഹാൻഡ് റൈസ് ചെയ്ത്. വളരെ കുറച്ച് പേർക്കല്ലേ. അതെന്നറിയോ വരാത്തത്? ചെയ്താലേ കിട്ടുള്ളൂ. വർക്കൗട്ട് ചെയ്യുന്നോണ്ട സാധനം അല്ല, അടുത്ത സംഭവം കിട്ടില്ലേ? യെസ്, നമ്മുടെ ദിവസത്തിലേക്ക് പോകാം നമുക്ക്. എടാ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതായത് ഞാൻ തന്ന ക്വസ്റ്റ്യൻസ് ഇല്ലേ, ആൻസർ കൊടുക്കണ്ട, ആൻസർ കൊടുക്കണ്ട കേട്ടോ. മക്കളെ ശ്രദ്ധിക്കാം, താഴെ തന്ന ക്വസ്റ്റ്യൻസ് ഇല്ലേ, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വന്ന് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ അല്ല, ഇത് മോഡൽ ക്വസ്റ്റ്യൻസ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻ എടുത്ത് തന്നത് നിങ്ങൾക്ക്. അപ്പോൾ ഇതുപോലെ കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു വേയിലേക്ക് എത്തണം നമ്മൾ കേട്ടോ. പിന്നെ യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. യൂണിറ്റ് ഹാഫ് മാർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ യൂണിറ്റ് കൊടുത്ത് അതുപോലെ തന്നെ വേ, അതിന്റെ പാത്തില്ലേ, അതെങ്ങനെ എത്താം, ഇക്വേഷൻസ്, സാറുടെ ഇക്വേഷൻസ് ഇങ്ങനെ എന്താ പറയുക ഡിറൈവ് ചെയ്ത് പോയില്ലേ, ഈ ഡിറൈവ് ചെയ്ത ഓരോ സ്റ്റെപ്സിനും നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവും കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം, മാക്സിമം സിമ്പിൾ ആക്കാതെ ഡിറൈവ് ചെയ്ത് ഇക്വേഷൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ചാൻസ് അല്ലെങ്കിൽ പോസിബിലിറ്റീസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അല്ലാതെ ആൻസറിലേക്ക് എത്തുന്നതിനല്ല മാർക്ക്, ആൻസറിന് ഹാഫ് മാർക്ക് ഉള്ളൂ കേട്ടോ. ആൻസറിന് ഹാഫ് മാർക്ക്, യൂണിറ്റിന് ഹാഫ് മാർക്ക്, ബാക്കി മാർക്ക് മൊത്തം കിടക്കുന്നത് നമ്മൾ ഇക്വേഷൻസ് ഫൈൻഡ് ഔട്ട് ദി ഇക്വേഷൻ ഫ്രം ദ ഗിവൺ ക്വസ്റ്റ്യൻ നിന്ന് ഇക്വേഷൻസ് ഫൈൻഡ് ചെയ്യാം. ആ ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്തോളാം, പ്രോബ്ലത്തിലേക്ക് എത്തിക്കുന്ന പ്രോബ്ലത്തിൽ എത്തിക്കാൻ വേണ്ടി ഡിറൈവ് ചെയ്യാം. അതിനുള്ള മാർക്ക് കേട്ടോ. യെസ്, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ കേട്ടോ. സാർ എന്താ ഡൗട്ട് ഉണ്ട്? നിധിക്ക് എന്താ ഡൗട്ട് ഉണ്ട്? നിധി, and its relative lowering, and it relative lowering, but also way for calculate vapor pressure of water for this solution. യെസ്, അത് നമ്മുടെ മോളിൽ കിട്ടിയ വാല്യൂ ഇല്ലേ സാറേ? ഞാൻ വായിച്ച മക്കളെ, നമ്മൾ ടോട്ടൽ ചെയ്തപ്പോ ഒരു ഏറ്റവും ഫൈനൽ ലാസ്റ്റ് ആൻസർ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു ആൻസർ വന്നിരുന്നില്ലേ നമുക്ക്, ഒരു 0.017. അതിലേക്ക് നോക്ക്, എഴുതിയിലേക്ക് നോക്ക്. അത് എഴുതിയിട്ടില്ലേ? നിധി, സാർ അത് അവിടെ ഹോൾഡ് ചെയ്തോളൂ. ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ഡൗട്ട് ക്ലിയർ സെക്ഷൻ സാർ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ അത് നോക്കിയിരിക്കേണ്ടി വരും. എനിക്ക് സമയം പോകും നമ്മുടെ. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കാൽക്കുലേറ്റ് ദ ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷറിന്റെ ഭാഗത്ത് നിന്ന് ഇൻഡിവിജ്വൽ പ്രോബ്ലം ഉണ്ടാകും, ഇതുപോലത്തെ കേട്ടോ. Calculate the osmotic pressure in a Pascal exerted by the solution prepared by dissolving 1.0 gram of polymer of molar mass 185,000 in 450 ml of water at 37 degrees Celsius. Question വായിക്കാം. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം. ആരും സ്ക്രീൻഷോട്ട് എടുക്കണ്ട, ആരും ഇവിടെ സ്ക്രീൻഷോട്ട് എടുക്കണ്ട. ക്വസ്റ്റ്യൻ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കാം, വൃത്തിയായിട്ട് എഴുതിയെടുക്കാം. എന്നിട്ട് ദെൻ എന്താ പറയാ, അവിടെ തന്നിരിക്കുന്ന വാല്യൂസ്, ക്വസ്റ്റ്യനിലുള്ള ഗീവൺ വാല്യൂസിനെ ഐഡന്റിഫൈ ചെയ്യാം, അത് എഴുതി വെക്കാം. യെസ്, അപ്പൊ നമുക്ക് എന്താ കണ്ടെന്ന് നോക്കണം ക്വസ്റ്റ്യനിൽ കേട്ടോ. കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? ഈ അബ്ദുള്ള ഒന്നും എഴുതിയിരിക്കുന്നില്ലേ? ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നത് അബ്ദുള്ള കഴിഞ്ഞു. എന്നിട്ട് എന്തിനും ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നത്? ആ ക്വസ്റ്റ്യനിലേക്ക് നോക്കണേ, എന്നിട്ട് ഫൈൻഡ് ചെയ്യണേ. യെസ് സാർ, ഓക്കെ സാർ. നന്ദന,
നന്ദന Yes, sir. യെസ് മോനെ ഇവിടെ നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് എന്തൊക്കെ തന്നിട്ടുണ്ടോ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള Solute. Solute. Mass of solute. മാസ് ഓഫ് Range of solute. വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ദെൻ അപ്പൊ സൊല്യൂട്ട് ഉണ്ടെങ്കിൽ എന്തായിരിക്കും നമുക്ക് Solvent. സോൾവെന്റ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കാര്യം ഉണ്ട്, നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താ പോളിമർ ആണല്ലേ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് വേണ്ടത് വോളിയം ആണ് കേട്ടോ, മാസും വെയിറ്റും അല്ല വോളിയം ആണ് കേട്ടോ. ഇതാണ് നമുക്ക് മാസും വെയിറ്റും അല്ല വോളിയം. ഇത് ഫൈൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ പാർട്ടിക്കുലർ ഇക്വേഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. നേരെ മാസ് ഇക്വേഷനിലേക്ക് പോകും കേട്ടോ. അപ്പൊ ആൻസർ റോങ് ആയി പോയി, ശ്രദ്ധിച്ചോളേ. അപ്പൊ നമുക്ക് വോളിയം ഓഫ് വാട്ടർ തന്നിട്ടുണ്ട്, നമുക്ക് ഇവിടെ നോക്കുക വോളിയം ഓഫ് വാട്ടർ. ഓക്കെ, തന്നിരിക്കുന്ന സാമ്പിൾസ് അല്ലാനേ റൈറ്റ് സൈഡിൽ എഴുതിക്കോളാം കേട്ടോ. ഓക്കെ, വോളിയം ഓഫ് വാട്ടർ ക്യാപിറ്റൽ വി ഇസ് ഈക്വൽ ടു എത്ര മക്കൾ നമുക്ക് വേണ്ടത് 450 ml അല്ലേ തന്നിരിക്കുന്നത്, 450 ml ആണ്. നമ്മൾ എന്ത് ചെയ്തോളാം, അതിനെ ഇതിലേക്ക് മാറ്റണം, ലിറ്ററിലേക്ക് മാറ്റണം കേട്ടോ. അപ്പൊ എന്ത് വരും നമുക്ക് ഈക്വൽ ടു ലിറ്ററിലേക്ക് മാറ്റാൻ എന്താ പറയാ 100 ആണല്ലേ. അപ്പൊ നമുക്ക് 100 ആകുമ്പോ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 0.45 ലിറ്റർ കേട്ടോ. കിട്ടി. ഇതിനടുത്ത് നമുക്ക് എന്താണ് ടെമ്പറേച്ചർ ഉണ്ടല്ലോ നമുക്ക് അല്ലെ. ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു എത്ര മക്കൾ തന്നിരിക്കും ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെ. 37 ഡിഗ്രി സെൽഷ്യസ് ആണ് കൺവേർട്ട് ചെയ്യണം നമുക്ക് അല്ലെ. 37 ഡിഗ്രി സെൽഷ്യസിനെ കൺവേർട്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യാ കൺവേർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, ഇത് ചെയ്യോ നമ്മള് എന്തൊക്കെ ചെയ്യോ അല്ലെ. ചെയ്യണം നമ്മൾ കേട്ടോ. ഓക്കെ സാർ, ആരാ റയാൻ യെസ് എന്താ ചെയ്യാ 37 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്തോ പ്ലസ് യെസ് എന്ത് ചെയ്താൽ നമുക്ക് പ്ലസ് 37 പ്ലസ് 273 അല്ലെ. എത്ര കിട്ടും നമുക്ക് അപ്പോ യെസ് 310 അല്ലെ. യെസ് കിട്ടി, നമുക്ക് 310 കെൽവിൻ ആക്കി മാറ്റി നമ്മൾ അല്ലെ. യെസ്, ഇനി നമുക്ക് അവിടെ നമുക്ക് എന്താ ഉള്ളത്, നമുക്ക് നമ്പർ ഓഫ് പോളിമേഴ്സ് കണ്ടെത്താം നമുക്ക് അല്ലെ. നമുക്ക് നമ്പർ ഓഫ് പോളിമേഴ്സിലേക്ക് പോകാം. നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് പോളിമേഴ്സ്. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് പോളിമേഴ്സ് കണ്ടെത്താൻ പോകുന്നത് നമ്മൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് പോളിമേഴ്സ് അല്ലെ. പോളിമേഴ്സ് മക്കളെ, നമ്പർ ഓഫ് മോൾസ് ഇക്വേഷൻ എന്താണ്, നമ്പർ ഓഫ് മോൾസ് കണ്ടെത്താൻ ഇക്വേഷൻ എന്തായിരുന്നു സാർ? ഓക്കെ സാർ, നമ്പർ ഓഫ് മോൾസ് കണ്ടെത്താൻ ഇക്വേഷൻ എന്തായിരുന്നു അനന്തു? ക്വസ്റ്റൻ എഴുതിയിരുന്നു അനന്തു, ഒന്ന് കാണിച്ച്. ഇതിന് വിശ്വാസമില്ലടാ, നീ 2 പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാ. എവിടെ എന്നിട്ട് സാറി പറഞ്ഞ ഗണിതപ്പൊക്കെ എഴുതി വെച്ചോ ബുക്കില്? എപ്പോ എങ്ങോട്ട് പോണ്, ഇത് എഴുതിക്കാണ്ട് കുറെ സമയം ഇപ്പൊ വായിക്കാൻ പോണേയാണ് ഇപ്പൊ എഴുതും എഴുതിയെടുക്കടേ. മറ്റേ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്പർ ഓഫ് മോൾസ് ഇക്വേഷൻ എന്ന് പറഞ്ഞേ. ഗിവൺ മാസ് ബൈ യെസ്. അപ്പൊ ഇവിടുത്തെ പോളിമേഴ്സിന്റെ ഗിവൺ മാസ് എത്രയാണ്? ക്വസ്റ്റ്യൻ വായിച്ചിട്ടില്ല, അതാ റീസൺ. 1 gram ഡിവൈഡ് ബൈ അതിന്റെ മോളാർ മാസ് എത്രയാണ്? 18500. 4 സീറോ 3 സീറോ അവിടെ 0. ഇതാണ് നമുക്ക് എന്ത് പറയാം നമ്പർ ഓഫ് പോളിമേഴ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയും മോൾ. ഓക്കെ, ഇപ്പൊ ചെയ്യേണ്ടത് ഇത്രയും മോൾ ആണല്ലേ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരെ അതിന്റെ ഓസ്മോട്ടിക് പ്രഷറിലേക്ക് പോവാം അല്ലെ. സ്ഥലത്താണ് നോക്കിയേ, ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് മെറ്റീരിയൽസ് ഇട്ടാതെ പ്രോബ്ലം ചെയ്ത് തരില്ല കേട്ടോ. നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ പറഞ്ഞു തരണം. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഞാൻ അവിടെ ചെയ്തുതരും, നിങ്ങൾ അത് പകർത്തെടുക്കും, അവിടെ വെക്കും, അത് കാര്യമില്ല അതുകൊണ്ട്. യെസ്, ആരാ സാർ? ഗായത്രി. യെസ് മോനെ, ഓസ്മോട്ടിക് പ്രഷർ ഇക്വേഷൻ എന്ന് പറയടാ. ഓക്കെ, കുഴപ്പമില്ല, അറിയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. അടുത്ത ആള് എഡ്യൂക്കേഷൻ അറിയുന്നുണ്ട്, ഹാൻഡ് റൈസ് ചെയ്ത്. ഇങ്ങനെ വേണ്ട, അവിടെ ഓപ്ഷൻ കേട്ടോ.
ആരുല്ലേ? ഉണ്ട്. ഓക്കെ സാർ. യെസ് മാളവിക. Pi is equal to CRT അല്ലേ? യെസ്, ഇക്വേഷൻ പൈ is equal to CRT ആണ്. സോ മക്കളെ ഒരു കാര്യം ഇടാം. ഈ സി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നോക്കിയേ, സി എന്ന് പറയുന്നത് നമുക്ക് എന്നറിയോ, ഈ ഫോമിൽ ഇരിക്കാൻ നമുക്ക് ഇതിൽ നിന്ന് വാല്യൂസ് ഇവിടെ അസൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ സി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും എന്താ പറയാ, നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ വോളിയം ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പൈ is equal to സിക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എൻ ബൈ ബി കൊടുക്കാം കേട്ടോ. എന്ത് കൊടുക്കാം, നമുക്ക് എൻ ബൈ ബി കൊടുക്കാം. നമുക്ക് ആർ ടി കൊടുത്തോളൂ കേട്ടോ, എൻ ബൈ ബി ആർ ടി. ഇനി നമുക്ക് സുഖമാണ് അല്ലേ? നമ്മുടെ ഓസ്മോട്ടിക് പ്രഷർ ഫൈൻഡ് ചെയ്യാൻ പോകണം നമ്മൾ. ഓസ്മോട്ടിക് പ്രഷർ ഈ വാല്യൂസ് ഒക്കെ കൊടുക്കാം നമുക്ക്. നോക്കിയേ, പൈ is equal to n എത്ര നമുക്ക് വന്നിരിക്കുന്നത്, n 1 ആണ്. 1 ഡിവൈഡഡ് ബൈ മക്കളെ n കണ്ടുപിടിച്ച നമുക്ക് എത്ര നമുക്ക് n എന്ന് പറയുന്നത് 1 ഡിവൈഡ് ബൈ 185,000 അല്ലേ? അപ്പൊ നമ്മൾ ആ n ഭാഗത്ത് അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1 ഡിവൈഡഡ് ബൈ 185,000. ദെൻ അടുത്ത് നമുക്കുള്ളത് മോൾ ഇൻറ്റു 1 divided by 0.45 ലിറ്റർ ഇൻറ്റു ആറിന്റെ വാല്യൂസ് ആഡ് ചെയ്യാം. 8.314 ആണ് ഇൻറ്റു 10⁻³ ആണ് വരും. നമുക്ക് യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ മോൾ റേസ് ടു -1 ഇൻറ്റു ടി, ടെമ്പറേച്ചർ നമുക്ക് തന്നിരിക്കുന്നത് അവിടെ 310 കെൽവിൻ അല്ലേ, കെൽവിൻ. ഓക്കെ, ഈസ് ഈക്വൽ ടു, ഇനി ചെയ്തോട്ടോ, അത് ഞാൻ ചെയ്ത് തരില്ല. യെസ്, അബ്ദുള്ള കിട്ടിയ ആൻസർ? ആൻസർ കിട്ടി, പറഞ്ഞോ. 30.97 കണ്ടുള്ള വാല്യൂ എത്രയായിരുന്നു? 97 കണ്ടിട്ട് ഒരു നമ്പർ കൂടെ ഉണ്ടായിരുന്നില്ലേ? അതുകൊണ്ട് ചെയ്യണം, എന്താണെന്നറിയോ, 30.97 ഞാൻ പറയുമ്പോ നമുക്ക് കിട്ടുന്ന ആൻസർ 30.9768 ഒക്കെ വിചാരിക്കാം. ദെൻ നമ്മൾ നമ്പർ 5 കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ 37 നമ്മൾ എന്താക്കി മാറ്റും, നമ്മൾ 38 ആക്കി മാറ്റും, അല്ലെങ്കിൽ 98 ആക്കി മാറ്റണം കേട്ടോ. നമ്മൾ എന്ത് ചെയ്തോളാം, അത് അപ്പോഴേ റൗണ്ട് ഫിഗർ ആകുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? സോ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാം, റൗണ്ട് ഫിഗർ ആക്കാതെ എടുത്തിട്ട് കെമിസ്ട്രി കേട്ടോ. 98 പാസ്കൽ അല്ലേ? കിട്ടിയോ? കിട്ടി. അപ്പോ 30.98 എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിട്ട് എടുക്കാൻ വേണമെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 31 പാസ്കൽ എടുത്ത് നമുക്ക് ഇതിനാ. യെസ്, കിട്ടിയോ? 30.98 നമ്മൾ അതിന് റൗണ്ട് ഫിഗർ ആയിട്ട് അപ്രോക്സിമേറ്റ്ലി 31 പാസ്കൽ ആയിട്ട് എടുത്തു കേട്ടോ. എടുത്തോ? കിട്ടിയോ? എടുത്ത് നോക്കി പകർത്തെടുക്കല്ല കേട്ടാ, ഞാൻ ചെയ്തെന്നാണ്, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യും. കാൽക്കുലേറ്റർ ഒന്ന് യൂസ് ചെയ്യല്ലേ. ഗോവിന്ദേ, പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞോ? ചെയ്ത് കഴിഞ്ഞു. ഇവിടെ കഴിഞ്ഞ സാധനം നേടാം. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ചെയ്യുന്നുള്ളൂ. മ്യൂട്ട് ചെയ്തു.
എന്തായാലും ഇന്നലത്തേക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾ ഇടാം. ഇതിപ്പോ ചെയ്യുന്നുണ്ട്. ഇന്നലെ നിങ്ങളുടെ അവസ്ഥ കണ്ട് എനിക്ക് തന്നെ സങ്കടം തോന്നിയിരുന്നു. അല്ല, നെക്സ്റ്റ് ഇതല്ല. മുകളിലേക്ക് ഇരിക്കണോ? യെസ്, ഓക്കെ, പ്രോബ്ലം അല്ല. ഒരു ഗ്രാഫ്, നമ്മുടെ ഗ്രാഫ് എന്താ പറയാ വരച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് പല ഫോമാറ്റിൽ ക്വസ്റ്റ്യൻസ് ഈ സെയിം കണ്ടന്റ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ഡ്രോ എ വേപ്പർ പ്രഷർ കർവ് ബൈ പ്ലോട്ടിംഗ് വേപ്പർ പ്രഷർ അഗെയിൻസ്റ്റ് സ്മോൾ ഫ്രാക്ഷൻ ഓഫ് an ideal solution of two volatile components. രണ്ട് volatile ആണ് ട്ടോ, A and B. Indicate the partial vapor pressure of A and B, PA and PB, and total vapor pressure P total. ഇവിടെ നമുക്ക് ഗ്രാഫിൽ എന്തൊക്കെ വേണം? ആ രണ്ട് കാര്യം മാത്രം മതി. PA വേണം, PB വേണം, പിന്നെ P total കൊടുത്തോളൂ കേട്ടോ. What is an ideal solution? Modify the above plot for non-ideal solution showing positive deviation. Okay, എന്നിട്ട് നമ്മൾ ആ ഗ്രാഫ് വരയ്ക്കുകയും വേണം. സെയിം ഗ്രാഫ് തന്നെ വരച്ചിട്ട് നമ്മൾ അതിനെന്തായി കൺവേർട്ട് ചെയ്യണോടാ? അതിനെ നമ്മൾ പോസിറ്റീവ് ഡീവിയേഷൻ ആക്കിയിട്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തോളണം കേട്ടോ. ഓക്കെ, തുടങ്ങിയ പരിപാടി വേഗം. അശ്വരി ഹാൻഡ് റൈസ് ഡൗൺ ചെയ്തോ. നമുക്ക് എന്താ പറയാ എക്സാം കഴിഞ്ഞ ശേഷം ഡൗട്ട് ക്ലിയർ സെക്ഷൻ ക്ലിയർ ആയിട്ടല്ല കേട്ടോ. വേഗാവട്ടെ. അലനെ ക്വസ്റ്റ്യൻ ചെയ്തെടുത്തോ? ഇല്ല, ഇങ്ങനെ കാണിക്കണ്ട. നീ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല എന്നുള്ള 100% ഷുവർ ആണ് എനിക്ക്. ആ എഴുതിക്കത് ഉടായിപ്പ് കാണിക്കരുത്, ഒട്ടിക്ക് ഞാൻ. ഗ്രാഫ് വരച്ചു കഴിഞ്ഞോ? ഗ്രാഫ് വരച്ചോളണം മക്കളെ. സ്കെയിലും ഇതൊന്നും ഉപയോഗിക്കേണ്ട, ഒരു റഫ് ഗ്രാഫ് വരച്ചാൽ മതി കേട്ടോ. ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസിന് വേണ്ടി മാത്രം ഒരു ചെറിയ എന്താ പറയാ സാമ്പിൾ ഗ്രാഫ് വരച്ചാൽ മതി. അത് ലേബലിംഗ് പെർഫെക്റ്റ് ആയിരിക്കണം. PA വേണം, PB വേണം, P ടോട്ടൽ വേണം കേട്ടോ. ദെൻ അത് കഴിഞ്ഞ റൗൾസ് ലോയുടെ ഗ്രാഫ് കഴിഞ്ഞു. ഇനി വേറെ അടുത്തൊരു ഗ്രാഫ് വരച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ നമ്മൾ അതിനാ നോൺ ഐഡിയൽ സൊല്യൂഷന്റെ പോസിറ്റീവ് ഡീവിയേഷൻ ആക്കി മാറ്റാനായിട്ട് കേട്ടോ. അപ്പോ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നെ 2 ഗ്രാഫ് വരും കേട്ടോ. അവർക്ക് 2 ഗ്രാഫ് കിട്ടിയാടാ? എനിക്ക് മനസ്സിലായത് നീ അതുമ്പോൾ തന്നെ മോഡിഫൈ ചെയ്തല്ലേ? ഇല്ല, മോഡിഫൈ ചെയ്തിട്ടില്ല. ആ റൗൾസോടെ ഗ്രാഫ് മാത്രം വരച്ചിട്ടുള്ളൂ. അത് തുണ വരയ്ക്ക്, രണ്ടാം തുണ വരച്ചോ. ഞാൻ പ്രത്യേകിച്ച് ഇത് പറയുന്നതാണ്. എനിക്കറിയാം നിങ്ങൾ എന്താ പറയാ റൗൾസിലെ വരയ്ക്കും, എന്താ പറയാ അതിൽ തന്നെ മോഡിഫിക്കേഷൻ നടത്തുകയും ചെയ്യും. വേഗാവട്ടെ. യെസ്, മതി. ഇത്രയും സമയം ധാരാളം ക്വസ്റ്റ്യൻ ഇടാം. ഉറപ്പിക്കുക. ദർശനെ, യെസ്, വാട്ട് ആർ ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ? ആലോചിച്ചിരിക്കരുത്, ടൈം ലാഗ് ഇടരുത്. ആൻസർ പറഞ്ഞു വേഗം. തലേ തൊട്ടടുത്ത് ആരുള്ളത് വീട്ടില്? ആരില്ലേ? അമ്മയില്ലേ? അമ്മ എന്തേ പുറത്ത്? ആരില്ല അല്ലെ? ആരെങ്കിലും എനിക്ക് കൊട്ടേഷൻ കൊടുക്കാനായിട്ട് എനിക്ക് തന്നെ അടിക്കാൻ പറ്റില്ലല്ലോ. വേം പറയ്. വാട്ട് ആർ ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ? എടുത്ത് അറിയില്ലെങ്കിൽ ഇമ്പോസിഷൻ ഇത് മരിക്കേണ്ട വരുന്നു കേട്ടാ. വേം പറഞ്ഞോ. ഏത്? വിച്ച് വൺ?
വേഗം പറഞ്ഞു ഐഡിയൽ സൊല്യൂഷൻ ഒബേ ദ റൗൾസ് ലോ. Does not obey the Raoult's law. Okay, ini another difference. Yeah. Other solution is delta H mixing equal to 0, delta V mix equal to 0. No, delta H mix not equal to 0, delta V mix not equal to 0. എങ്ങനെ രക്ഷപ്പെട്ടല്ലേ? ഓക്കെ, സോ ഇവിടെ നമുക്ക് അപ്പോ ഐഡിയൽ സൊല്യൂഷൻ ഓൾറെഡി എന്താ പറയാ, നമുക്ക് അതൊരു ഐഡിയൽ സൊല്യൂഷൻ നമുക്ക് ഒബേ ചെയ്യുന്നതുകൊണ്ട് അതിന്റെ സ്റ്റാൻഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. സോ അവിടെ എന്തുണ്ടാവില്ല, ഡീവിയേഷൻസ് ലീഡ് ചെയ്യുന്നില്ല. ബട്ട് ഇൻ കേസ് ഓഫ് ദ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഒബേ ചെയ്യാത്തത് കൊണ്ട് ചേഞ്ചസ് ഉണ്ടാവാം. വേപ്പർ പ്രഷറിൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നത്, നമുക്ക് അതിന്റെ ഈ പറയുന്ന കോൺസെൻട്രേഷൻ എൻറ്റയർ കോൺസെൻട്രേഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നമ്മുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ചേഞ്ചസ് ഉണ്ടാകും. ഓക്കെ, അപ്പോ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ത് കാണിക്കും മക്കളെ, രണ്ട് ഡീവിയേഷൻ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ദ പോസിറ്റീവ് ഡീവിയേഷൻ, ദെൻ അനദർ വൺ ഇസ് ദ നെഗറ്റീവ് ഡീവിയേഷൻ. ഇൻ കേസ് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താ പറയുന്നത്, നമുക്ക് നമ്മുടെ നോൺ ഐഡിയൽ സൊല്യൂഷന്റെ പോസിറ്റീവ് ഡീവിയേഷൻ പറയുന്നത് അല്ലെ, എന്താ പറയുന്നത്, നമുക്ക് പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി, നമുക്ക് റൗൾസ് ലോ ആണ് നമ്മളുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് ഒബേ ചെയ്യുന്ന കൊണ്ട് അത് സ്ലോപ്പ് ആക്കി നമുക്ക് കിട്ടാം. യെസ് മക്കളെ, ഇതാണ് നമ്മുടെ റൗൾസ് ലോയുടെ ഗ്രാഫ് എന്ന് പറയുന്നത് അല്ലെ. അതായത് നമുക്ക് നമ്മുടെ P1 ഉം P2 ചിലപ്പോൾ PA യും PB എന്നായിരിക്കുള്ളൂ കേട്ടോ, കുഴപ്പമില്ല. P1 ഉം PB അല്ലെങ്കിൽ PA PB അല്ലെങ്കിൽ P1 P2 അങ്ങനെ വരാൻ നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ടോട്ടൽ P ടോട്ടൽ നമുക്ക് എത്ര വരും, P1 plus P2 അല്ലെ, അല്ലെങ്കിൽ PA plus PB വരും നമുക്ക്. ദിസ് വൺ ഇസ് ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ റൗൾസ് ലോ. നമ്മുടെ റൗൾസ് ലോയുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ പെർഫെക്റ്റ്ലി ഇതാണ്. ഓക്കെ, എപ്പോഴും ഒരു സ്ലോപ്പ് ഉണ്ടാവും നമുക്ക് കേട്ടോ. ഓക്കെ, സ്ലോപ്പ് മസ്റ്റ് ആണ്, സ്ലോപ്പ് അത് വരയ്ക്കരുത്. സോ ഇനി അതേ സ്ഥാനത്ത് നമുക്ക് ഇതൊരു ഐഡിയൽ സൊല്യൂഷൻ നമുക്ക് പറയാൻ പറ്റും പെർഫെക്റ്റ്ലി. ദെൻ ഇനി നോൺ ഐഡിയൽ ആകുമ്പോൾ നമുക്ക് എന്തായിരിക്കുള്ളൂ, നോൺ ഐഡിയൽ ആകുമ്പോ നമുക്ക് അവിടെ എന്തുണ്ടാകാം, എൻറ്റയർ കോൺസെൻട്രേഷനിൽ റൗൾസ് ലോ ഒബേ ചെയ്യില്ല. ദാറ്റ് മീൻസ് അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാഫ് എന്ത് കാണിക്കാം, നമുക്ക് ഒരു പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കാം, നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കാം നമുക്ക്. ബട്ട് നമുക്ക് ഇവിടെ പോസിറ്റീവ് ഡീവിയേഷൻ ആയതുകൊണ്ട് ഈ ഗ്രാഫ് ഒന്ന് ചേഞ്ച് ആകും കേട്ടോ. ഇതിൽ തന്നെ മോഡിഫിക്കേഷൻ വരുത്തരുത്, വേറെ ഗ്രാഫ് നമ്മൾ വരയ്ക്കാം. സർ ഗ്രാഫ് കൊടുത്തു നോക്കിയ മക്കളെ, ഇതുപോലെ വരും നമുക്ക് കേട്ടോ. ഈ ഡോട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് എന്താണ്, ഇത് റൗൾസ് ലോയുടെയാണ്, ഐഡിയൽ പോലെ റൗൾസ് ലോയുടെ ഗ്രാഫാണ് നമുക്കത്. സോ നമുക്ക് അതിന് എന്ത് ചെയ്തു, അത് പോസിറ്റീവ് ഡിവൈറ്റ് ചെയ്തു നമ്മൾ. അപ്പോ നമ്മുടെ P ടോട്ടൽ ലേബിൾ ചെയ്യുമ്പോൾ P1 ലേബിൾ ചെയ്യുമ്പോൾ നമ്മൾ എന്താണോ പോസിറ്റീവ് ഗ്രാഫിലെ ഒരു കർവ് ഉണ്ടാവും, ആ കർവിന് മുകളിലായിട്ട് വേണം ചെയ്യാനായിട്ട് ലേബിൾ ചെയ്യാനായിട്ട് കേട്ടോ. ഇവിടെ ലേബിൾ ചെയ്തു, P1 ഉം P2 ഉം ലേബിൾ ചെയ്തോളണം. P ടോട്ടൽ ലേബിൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, ഈ ഡോട്ട് ലൈനിന്റെ മുകളിൽ ചെയ്യാം അല്ലെ, ചെയ്തിട്ടാ. കാരണം എന്താ, നമ്മൾ മോഡിഫൈ ചെയ്തിരിക്കുന്നല്ലേ, മോഡിഫൈ ചെയ്ത അസൈൻ വാല്യൂസ് അസൈൻ ചെയ്യുമ്പോൾ ആ മോഡിഫിക്കേഷന് മുകളിലായിട്ട്, അതായത് P ടോട്ടൽ ഈസ് ഈക്വൽ ടു P1 plus P2 അല്ലെങ്കിൽ PA plus PB ട്ടാ. അത് മസ്റ്റ് അങ്ങനെ കൊടുത്തോളൂ കേട്ടോ. ഓക്കെ, ഇതാണ് ആ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? യെസ്, അല്ല ചോദിച്ചാലേ തരുമെന്ന് എനിക്കറിയാം, അവിടെ ഞാൻ ചോദിച്ചു വാങ്ങിക്കും. യെസ്, എന്താണ് അബ്ദുള്ള, ഡൗട്ടാണോ? അല്ല. യെസ്, അപ്പൊ സാർ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സമയമായിട്ടൊന്നും ആയിരിക്കും. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം അടുത്ത്. ക്വസ്റ്റ്യന് ആൻസർ പറയാൻ റെഡി ആയിക്കോളൂ കേട്ടോ എല്ലാവരും. യെസ്,